ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് എർദോഗൻ. ഈദ് അൽ ഫിത്തർ പ്രാർത്ഥനയ്ക്കിടെയാണ് അല്ലാഹു സയനിസ്റ്റ് ഇസ്രായേലിനെ ശപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എർദോഗൻ ഇസ്രായേലിന്റെ നാശത്തിനെ ആഹ്വാനം ചെയ്തത്. ഇസ്താംബൂളിലെ ഗ്രാൻഡ് കാംലിക്ക പള്ളിയിൽ മതപ്രഭാഷണം നടത്തിയ ഇസ്ലാമിക പണ്ഡിതൻ അലി എർബാസിനൊപ്പം സംസാരിക്കുകയായിരുന്നു എർദോഗൻ. പ്രസംഗത്തിൽ പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ പ്രസിഡന്റ് സയനിസത്തെയും ഇസ്രായേലിനെയും നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എർദോഗൻ അല്ലാഹുവിനെ അൽ ഖഹർ എന്ന് പരാമർശിച്ചതായി തുർക്കിയിലെ വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്തു. എല്ലാ സൃഷ്ടികളെയും കീഴടക്കുന്ന ആധിപത്യം എന്നാണ് അൽ ഖഹർ എന്ന വാക്കിനർത്ഥം. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ഹമാസ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരവാദികളെയും ഗാസ സിവിലിയന്മാരെയും പരാമർശിച്ച് എർദോഗൻ ഖേദം പ്രകടിപ്പിക്കുകയും പരിക്കേറ്റ സൈനികർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. കടുത്ത ഇസ്ലാംവാദിയായ എർദോഗൻ രാജ്യത്ത് ഏകാധിപത്യ ഭരണമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. തുർക്കിയിൽ എർദോഗന്റെ കീഴിലുള്ള ക്രൈസ്തവർ കടുത്ത പീഡനങ്ങളാണ് അനുഭവിക്കുന്നത്. അതേസമയം തുർക്കിയിലെ ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം മോസ്കുകളാക്കുകയാണ് എർദോഗൻ. തുർക്കിയിലെ 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ പ്രശസ്തമായ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ ദേവാലയം പിന്നീട് മുസ്ലിം ആരാധനാലയമായി എർദോഗൻ മാറ്റി. ഈ നീക്കത്തെ രാജ്യാന്തര സമൂഹവും അമേരിക്കയും ക്രിസ്ത്യൻ ഓർത്തഡോക്സ് നേതാക്കളും വിമർശിച്ചിരുന്നു. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല.